നമസ്കാരം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം നമ്മളുടെ ഉള്ളിലെ ഓറയെ ശക്തിപ്പെടുത്തി എങ്ങനെ എന്തും നമ്മളിലേക്ക് ആകർഷിക്കാം എന്നുള്ളതിനെ പറ്റിയാണ്. ശരിക്കും എല്ലാ മനുഷ്യരിലും ഒരു സ്വാഭാവികമായ കാന്തിക വലയം അഥവാ നാച്ചുറൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ ജനിച്ചു വീഴുന്ന സമയത്ത് തന്നെ ഇതേ കാന്തിക പ്രഭാവത്തോട് ഇതേ ഓറയോട് കൂടിയാണ് നമ്മൾ ജനിച്ചു വീഴുന്നത്. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ജനിച്ചു വീഴുന്ന കുട്ടികൾ ചെറിയ മാസങ്ങൾ മാത്രം പ്രായമുള്ള സമയത്ത് അവരിലേക്ക് നമ്മളെ ആകർഷിക്കുന്ന രീതിയിലുള്ള വലിയ ഒരു ശക്തി അവരിലുണ്ട്. ചെറിയ കുട്ടികളെ കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായി അവരെ ഒന്ന് തലോടാനും കൊഞ്ചിക്കാനും അവരെ ഒന്ന് സ്നേഹിക്കാനും ഒക്കെ തോന്നാറുണ്ട്. അത് അവരുടെ ഉള്ളിലെ സ്വാഭാവികമായ ആ ഒരു ഓറയുടെ ശക്തി കൊണ്ട് നമ്മളെ അവരിലേക്ക് ആകർഷിച്ചെടുക്കുന്നതാണ്. എന്നാൽ വളർച്ചയുടെ കാലഘട്ടങ്ങളിൽ നമ്മളുടെ ചുറ്റുപാടുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന തെറ്റായ സന്ദേശങ്ങൾ, നെഗറ്റീവ് എനർജിയുടെ സാഹചര്യങ്ങൾ, നമ്മൾ വളരുന്നതൊപ്പം നമ്മളിലൂടെ വളർന്നു വരുന്ന അസൂയ, കുശുമ്പ്, ദേഷ്യം, പക, നിരാശ പോലെയുള്ള നെഗറ്റീവ് എനർജിയുടെ സ്വാധീനം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മൂലം നമ്മളുടെ ഓറ ദുർബലപ്പെടുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ ദുർബലപ്പെട്ടു പോയ ഓറയെ എങ്ങനെ വീണ്ടും ശക്തിപ്പെടുത്തി തിരിച്ചെടുക്കാം, അതിലൂടെ എങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് എന്തും ആകർഷിച്ചെടുക്കാം എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിനുള്ള 5 മാർഗങ്ങളെപ്പറ്റി, വഴികളെ പറ്റിയാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ പറയുന്ന കാര്യങ്ങൾ യാതൊരുവിധ മാജിക്കോ ഒന്നുമല്ല, മറിച്ച് 100% പ്രായോഗികമായതും യാഥാർത്ഥ്യബോധം ഉൾപ്പെടുന്നതും ശാസ്ത്രീയമായതുമാണ് എന്ന് തിരിച്ചറിയുക. നിങ്ങൾ ഈ നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒന്ന് പരീക്ഷണാർത്ഥത്തിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിയാൽ, നിങ്ങൾ നടപ്പിൽ വരുത്താൻ ശ്രമിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ വലിയ മാറ്റം വരുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടി സാധിക്കും. ശരിക്കും പറഞ്ഞാൽ എന്താണ് ഈ ഓറ എന്ന് പറയുന്നത്? നമ്മളുടെ ജീവിതത്തെ ഇത്രമേൽ മാറ്റിമറിക്കാൻ തക്ക രീതിയിൽ എന്താണ് അത് എന്നാണ് പരിശോധിക്കുന്നത്. നമ്മളുടെയൊക്കെ എല്ലാ മതവിഭാഗങ്ങളിലും പെട്ട ദേവീ ദേവന്മാരുടെയൊക്കെ ചിത്രങ്ങൾക്ക് പിന്നിൽ, അവരുടെ ശിരസിന് പിന്നിൽ ഒരു നേർത്ത ഒരു പ്രകാശ വലയം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇത് കേവലമായ ഒരു മതപരമായ കാര്യങ്ങൾ മാത്രമായിട്ട് ചുരുക്കേണ്ടതല്ല, അത്തരത്തിൽ കാണേണ്ട ഒരു വിഷയമേ അല്ല. ഓരോ ജീവജാലങ്ങൾക്കും, ജീവനുള്ള എല്ലാ വസ്തുക്കൾക്കും ചുറ്റും ഒരു ഇലക്ട്രിക് മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ ഒരു കാന്തിക വലയം ഉണ്ട് എന്നുള്ളത് ശാസ്ത്ര സത്യമാണ്. അത് മൃഗങ്ങളായാലും പക്ഷിലതാദികളായാലും വൃക്ഷങ്ങളായാലും ജീവനുള്ള എല്ലാ വസ്തുക്കളുടെയും ചുറ്റിലും ഈ പറയുന്ന ഒരു ഇലക്ട്രിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഇതിൻ്റെ മറ്റൊരു വസ്തുത, ചില ആളുകളുടെ ഓറ ശക്തവും വ്യക്തവുമായിരിക്കും, എന്നാൽ മറ്റു ചിലരുടേത് വളരെ ദുർബലമായിരിക്കും. ഈ ഓറ ശക്തമായ ആളുകളിലേക്ക് എന്തും വളരെ നിസ്സാരമായി ആകർഷിക്കപ്പെടുന്നു എന്നുള്ളതാണ്. സമ്പത്തായാലും ആരോഗ്യമായാലും വ്യക്തിബന്ധങ്ങളായാലും മറ്റ് ജീവിതത്തിലെ എല്ലാവിധ സൗഭാഗ്യങ്ങളായാലും ഓറ ശക്തമായ ആളുകളിലേക്ക് ആകർഷിക്കപ്പെടുകയും, എന്നാൽ ഓറ ദുർബലപ്പെടുത്തിപ്പെട്ടിരിക്കുന്ന ആളുകളുടെ അനുഭവം നേരെ തിരിച്ചുമായിരിക്കും. അവർക്ക് എന്നും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും അനാരോഗ്യങ്ങളും ഒക്കെ ആയിരിക്കും വന്നു ചേർന്നുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിൽ ആളുകളെയും സമ്പത്തിനെയും സൗഭാഗ്യങ്ങളെയും ഒക്കെ നിങ്ങളിലേക്ക് ആകർഷിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓറയെ ശക്തിപ്പെടുത്താൻ, ശക്തമാക്കാൻ, ഗ്ലെൻസ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. ഈ വീഡിയോ മുഴുവനായി കണ്ടു കഴിയുമ്പോൾ അത്തരത്തിൽ ഓറ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയുള്ള, ഓറയുടെ കാന്തിക വലയം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള 5 മാർഗങ്ങളാണ് ഈ വീഡിയോയിൽ മുഴുവനായി പറയാൻ പോകുന്നത്. ഈ വീഡിയോ മുഴുവനായും കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇത്തരത്തിൽ നമ്മളുടെ ഓറയെ ശക്തിപ്പെടുത്തണമെങ്കിൽ
നമ്മളുടെ ജീവിതത്തിലുള്ള ചില ശീലങ്ങളിലും പ്രവൃത്തികളിലും ചിന്തകളിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമ്മൾക്ക് ഈ നമ്മളുടെ എനർജി ഫീൽഡിനെ ശക്തിപ്പെടുത്താം എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മൈൻഡ്ഫുൾനെസ് പരിശീലിക്കുക എന്നുള്ളതാണ്. മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ഈ നിമിഷത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. നമ്മളിൽ പലരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം എന്താണെന്നറിയാവോ? നമ്മൾ ജീവിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിലെ ഓർമ്മകളിലായിരിക്കും. ചില ആളുകൾ ശ്രദ്ധിച്ചിട്ടില്ലേ, അന്ന് അങ്ങനെ പറയേണ്ടിയിരുന്നില്ല, അന്ന് അങ്ങനെ ചിന്തിക്കേണ്ടിയിരുന്നില്ല, അന്ന് അത് ചെയ്തത് അബദ്ധമായി പോയി, അങ്ങനെ ആയിരുന്നില്ല വേണ്ടിയിരുന്നത്, തെറ്റായ തീരുമാനമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചു പോയ കാര്യങ്ങളിൽ കുരുങ്ങി ആ ഒരു ചുഴിയിൽപ്പെട്ട്, ആ ചിന്തകളുടെ ചുഴിയിൽപ്പെട്ട് അതിൽ തന്നെ ജീവിതം നശിപ്പിക്കുന്ന ആളുകളാണ് കൂടുതലുമുള്ളത്. അതുമല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളെ പറ്റി ഓർത്ത് ടെൻഷൻ അടിക്കുന്ന ആളുകളാണ്. നാളെ എന്തായിരിക്കും സംഭവിക്കുക, നാളെ എനിക്ക് അസുഖം വരുമോ, നാളെ അപകടം സംഭവിക്കുമോ, മക്കളുടെ ഭാവി എന്തായിരിക്കും, അതും അല്ലെങ്കിൽ ജോലി ലഭിക്കുമോ, പരീക്ഷയിൽ ജയിക്കുമോ, ഇത്തരത്തിലുള്ള വരാനിരിക്കുന്ന കാര്യങ്ങളെ പറ്റി ഓർത്ത് നമ്മളുടെ കയ്യിൽ യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത കാര്യത്തെപ്പറ്റി ഓർത്ത് ജീവിതം പാഴാക്കുന്ന, നമ്മളുടെ എനർജിയെ നശിപ്പിക്കുന്ന ആളുകൾ ഇത്തരത്തിൽ ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മളുടെ എനർജി നമ്മളുടെ ചുറ്റുമുള്ള ആ കാന്തിക വലയം അഥവാ ഓറ എന്ന് പറയുന്നത് കൂടുതൽ ദുർബലപ്പെടുകയാണ് എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ ഈ കഴിഞ്ഞു പോയ കാലങ്ങളുടെ ഭാരവും പേറി വരാനിരിക്കുന്ന കാര്യങ്ങളുടെ ആങ്സൈറ്റിയും പേറി നമ്മൾ നഷ്ടപ്പെടുത്തുന്ന വലിയൊരു നിധിയുണ്ട്. നമ്മളുടെ കയ്യിലുള്ള വലിയൊരു നിധിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ നിമിഷം നമ്മൾ ആയിരിക്കുന്ന, നമ്മൾക്ക് നിധിയായി ലഭിച്ച, അനുഗ്രഹമായി ലഭിച്ച ഈ നിമിഷത്തെ നമ്മൾ അറിയാനോ അത് തിരിച്ചറിയാനോ അതിനെ ആസ്വദിക്കാനോ അതിൽ സന്തോഷം കണ്ടെത്താനോ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെ സംഭവിക്കുന്നതോടുകൂടി നമ്മൾ കഴിഞ്ഞതിൽ കുരുങ്ങിക്കിടക്കുകയും വരാൻ പോകുന്നതിലേക്ക് ഉള്ള ആങ്സൈറ്റിയിൽ കുരുങ്ങിക്കിടക്കുകയും ചെയ്യുമ്പോൾ നമ്മൾക്ക് സൗഭാഗ്യമായി ലഭിച്ച ഈ നിമിഷത്തെ ആസ്വദിക്കാൻ നമ്മൾ സ്വാഭാവികമായും മറന്നുപോകും. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ഓറ വീണ്ടും വീണ്ടും ദുർബലപ്പെടുകയാണ് ചെയ്യുന്നത്. അതിനു പകരം ഈ നിമിഷം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് ഈ നിമിഷത്തിൽ ജീവിക്കാൻ നമ്മൾ തയ്യാറായാൽ സ്വാഭാവികമായും നമ്മളുടെ ഓറ കൂടുതൽ ശക്തിപ്പെടും. അതനുസരിച്ച് നമ്മൾ ആഗ്രഹിക്കുന്നതിലപ്പുറം നമ്മളിലേക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ആകർഷിക്കപ്പെട്ടു വരും എന്നുള്ളതാണ്. നമ്മളുടെ ഓറയെ ശക്തിപ്പെടുത്താനുള്ള മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എന്ന് പറയുന്നത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ, ഏതവസ്ഥയിലാണോ ഞാൻ ഉള്ളത്, അതിനെ അതിൻ്റെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ഉൾക്കൊള്ളുകയും അംഗീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിൽ പലരുടെയും, എല്ലാ ആളുകളുടെയും ഒരു ശാപം എന്താണെന്നറിയാമോ? നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മളുടെ നിയന്ത്രണത്തിലായിരിക്കണം. മറ്റുള്ളവർ ചിന്തിക്കുന്നത് എന്തായിരിക്കണമെന്ന് പോലും നമ്മൾ നിശ്ചയിക്കണം. നമ്മൾ തീരുമാനിക്കുന്നത് പോലെ ആയിരിക്കണം എല്ലാം നടക്കുന്നത്. നമ്മളുടെ വാശിക്കനുസരിച്ചായിരിക്കണം എല്ലാം നടക്കുന്നത് എന്നുള്ള ഒരു ധാരണയാണ്. ആ ധാരണ തികച്ചും തെറ്റാണ്. ആ ധാരണ നമ്മളിൽ വളരും തോറും നമ്മളിൽ നിരാശ വളരുകയും നമ്മളിലേക്ക് കൂടുതൽ ദുരന്തങ്ങൾ എത്തിച്ചേരുകയും നമ്മളുടെ ഓറ ദുർബലമാവുകയും ചെയ്യും. എന്നാൽ ഇതിനു പകരം ജീവിതം ഒരു പുഴ പോലെയാണ് എന്ന് സങ്കല്പിക്കുക. ഒരു പുഴയ്ക്ക് അതിൻ്റെതായ ഒഴുക്കുണ്ട്. ആ ഒഴുക്കിൽ, ആ പുഴയിൽ നമുക്ക് നീന്താം, അത് ആസ്വദിക്കാം, അതിൽ കളിക്കാം, എന്തും ചെയ്യാം. പക്ഷെ ആ പുഴയുടെ ഗതി തിരിച്ചു വിടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കരുത്. അങ്ങനെ ശ്രമിക്കും തോറും നമ്മൾ കൂടുതൽ തളരുകയും നമ്മളുടെ ഓറയെ നമ്മൾ മനഃപൂർവ്വം നശിപ്പിക്കുകയും ചെയ്യും. നമ്മളായിരിക്കുന്ന യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സ് കൂടുതൽ ശാന്തമാവുകയും നമ്മളുടെ ഓറ ശക്തിപ്പെടുകയും ചെയ്യും. എന്ന് വെച്ചാൽ നമ്മളുടെ ജീവിതം നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് എന്തോ, അത് നല്ലതോ മോശവുമാവട്ടെ, അതിനെ നമ്മൾ യാഥാർത്ഥ്യ ബോധത്തോടെ അംഗീകരിക്കുക എന്നുള്ളതാണ്. ഞാൻ എല്ലാ പ്രാവശ്യവും പറയാറുള്ളത് പോലെ തന്നെ ഒന്നും ശാശ്വതമല്ല, ഈ കാലവും കടന്നു പോകും, ഇതിനും ഒരു പരിഹാരമുണ്ടാവും എന്ന് നമ്മൾ സ്വയം ചിന്തിക്കുന്നതോടുകൂടി കൂടുതൽ നമ്മുടെ മനസ്സ് ശാന്തമാകും. ശാന്തമായ മനസ്സിൽ പ്രതിവിധികൾ, എന്തിനുമുള്ള ഉത്തരം ഉണ്ട് എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, എനിക്കിപ്പോൾ എൻ്റെ ജോലി നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഒരു അസുഖം വന്നു, ജോലി നഷ്ടപ്പെട്ടു.
ജോലി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സാധാരണമായും ഭൂരിപക്ഷം ആളുകളും ചെയ്യുന്നത് എന്താ? മാനേജരെ കുറ്റം പറയും, ആ കമ്പനിയെ കുറ്റം പറയും, എൻ്റെ ദുർവിധിയെ കുറ്റം പറയും, ഈ കാര്യങ്ങളെ കുറ്റം പറയും. ഇത്തരത്തിൽ ആ നഷ്ടപ്പെട്ടതിലേക്ക് മാത്രം നമ്മൾ ശ്രദ്ധ ചെലുത്തുകയും അതിനെപ്പറ്റി കൂടുതൽ ഡീപ്പായിട്ട് ചിന്തിച്ച് അതിലേക്ക് പോവുകയും നമ്മൾ അതിൻ്റെ പരിഹാര മാർഗം തേടാതെ പോവുകയും ചെയ്യും. എന്നാൽ ബുദ്ധിയുള്ള ആളുകൾ, ശക്തമായ ആളുകൾ ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ? ശരി, ആ സാഹചര്യത്തെ വിഷമമുണ്ട് എങ്കിൽ പോലും ഞാൻ അത് അംഗീകരിക്കുന്നു. ശരി, എൻ്റെ ജോലി നഷ്ടപ്പെട്ടു, എന്നാൽ ഇതിൽ തന്നെ തങ്ങി നിൽക്കേണ്ട ആളല്ല ഞാൻ. ഇനി എന്താണ് വേണ്ടത്? ഞാൻ ആ റിയാലിറ്റി ദാറ്റ് ഈസ് ഹാപ്പൻഡ്, അത് ഞാൻ അംഗീകരിച്ചു. ഇനി എന്താണ് വേണ്ടത്? ഒരു പുതിയ ജോലി കണ്ടെത്തണം. ചിലപ്പോൾ ഇനി ലഭിക്കാൻ പോകുന്നത് ഇതിനേക്കാൾ കുറച്ചുകൂടെ നല്ല ജോലിയായിരുന്നായിരിക്കും. ഇതിൽ നിന്ന് എനിക്കൊരു ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ടായിരുന്നായിരിക്കും. ചിലപ്പോൾ ഇനി ഈ വരുന്ന കാലമായിരിക്കും ഏറ്റവും നല്ലത് എന്ന് മനസ്സിലാക്കി നമ്മൾ പുതിയതിലേക്ക് ശ്രദ്ധ തിരിക്കുകയാണ് വേണ്ടത്. മീൻസ് നമ്മൾ എന്താണോ നിലവിലുള്ള സാഹചര്യം അംഗീകരിച്ച് കഴിയുമ്പോൾ തന്നെ മനസ്സിലൊരു ശാന്തത വരും. പിന്നെ പരിഹാര മാർഗത്തെപ്പറ്റി ചിന്തിക്കാനുള്ള ഒരു ശക്തി നമുക്ക് ലഭിക്കും. അങ്ങനെ നമ്മളുടെ ഓറ കൂടുതൽ ശക്തമാകും എന്നുള്ളതാണ്. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ് ക്ഷമിക്കുക അല്ലെങ്കിൽ വിട്ടുകൊടുക്കുക എന്നുള്ളത്. വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളിൽ പലരും കഴിഞ്ഞ കാലങ്ങളിലുള്ള നമ്മളോട് പലരും ചെയ്തത്, പ്രവർത്തിച്ചത്, ചതിച്ചത്, വഞ്ചിച്ചത്, അല്ലെങ്കിൽ അങ്ങനെ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളുടെയും പകയും പ്രതികാര ചിന്തയും പേറിയാണ് നടക്കുന്നത്. നമ്മൾ ചിന്തിക്കേണ്ടത് അത്തരത്തിലുള്ള പക നമ്മളുടെ മനസ്സിൽ കൊണ്ടു നടക്കും തോറും നമ്മളുടെ ഓറ ഓരോ ദിവസവും ഓരോ നിമിഷവും ദുർബലപ്പെട്ടു വരുന്നു എന്നുള്ളതാണ്. അവരത് അറിയുന്നേയില്ല. ആരെയാണോ നമ്മൾ വെറുക്കുന്നത്, ആരെയാണോ നമ്മൾ പ്രതികാര ചിന്തയോടെ നോക്കി കാണുന്നത്, അവർ ഈ കാര്യങ്ങളൊന്നും അറിയുന്നില്ല, അവരെ ഇതൊന്നും ബാധിക്കുന്നേ ഇല്ല എന്നുള്ളതാണ്. ആ ഓർമ്മകൾ വീണ്ടും വീണ്ടും അയവിറക്കി നമ്മളുടെ ഓറയെ നശിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മളോട് തെറ്റ് ചെയ്ത ആളുകളോട് നമ്മൾ ക്ഷമിക്കുക എന്ന് പറയുന്നത് നമ്മൾ അവരോട് ചെയ്യുന്ന ഔദാര്യമല്ല, അവർക്ക് വേണ്ടിയിട്ടില്ല, നമ്മളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്, ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കുക. നിങ്ങളെ വേദനിപ്പിച്ചവരോട് മനസ്സുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൂടുതൽ ആശയങ്ങളും ഐഡിയകളും വരികയും നിങ്ങളുടെ ഓറ ശക്തമാവുകയും നിങ്ങൾ വളരെ ഉയരത്തിലെത്തുകയും ആ ഉയർച്ച അവരെ കാണിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ അവരോട് പ്രതികാരം ചെയ്യുന്നത് എന്നുള്ളതാണ്. നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം, നമ്മൾ ഉള്ളതിൽ സന്തോഷം കണ്ടെത്തുക, അതിൽ ആനന്ദിക്കുക, നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇല്ലാത്തതിലും ലഭിക്കാതെ പോയതിലും എപ്പോഴും പരാതിയും പരിഭവവുമായി നടക്കുമ്പോൾ സ്വാഭാവികമായി നമ്മളിലേക്ക് വീണ്ടും വീണ്ടും ഇല്ലായ്മയെ വരികയുള്ളൂ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾക്ക് ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണെങ്കിൽ പോലും നന്ദി പറഞ്ഞ് അതിനെ നമ്മൾ അംഗീകരിച്ച് അതിൽ സന്തോഷം കണ്ടെത്തുമ്പോൾ നമ്മളുടെ മനസ്സ് കൂടുതൽ ശാന്തമാകും, നമ്മളുടെ ഓറ കൂടുതൽ ശക്തമാകും എന്നുള്ളതാണ്. നമ്മൾ ഇല്ലാത്ത കാര്യങ്ങളിലേക്ക് വീണ്ടും വീണ്ടും ശ്രദ്ധിക്കുമ്പോൾ നമ്മൾക്ക് അസംതൃപ്തിയും അസൂയയും വർദ്ധിക്കുന്നതല്ലാണ്ട് മറ്റ് പ്രത്യേകിച്ച് യാതൊരു ഗുണവും വരാനില്ല. അതിന് പകരം ഓരോ ദിവസവും രാവിലെ എണീക്കുമ്പോൾ ദൈവമേ ഇന്നത്തെ ദിവസം എനിക്ക് തന്നതിന് നന്ദി എന്ന് പറഞ്ഞ് ആരംഭിച്ചു നോക്കൂ. ലഭിച്ച ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞ് തുടങ്ങി ആരംഭിച്ചു നോക്കൂ. വലിയ അത്ഭുതം നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഒരു നിമിഷം ഒന്ന് കണ്ണടച്ചിട്ട് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും ചെറുതായിക്കോട്ടെ നമുക്ക് ലഭിച്ചിട്ടുള്ള 5 കാര്യങ്ങളെ പറ്റി നന്ദിയോടെ ഒന്ന് ഓർത്തു നോക്കൂ. എന്നിട്ട് അതിൽ 2 കാര്യങ്ങൾ, ഏറ്റവും ചെറിയ 2 കാര്യങ്ങൾ നിങ്ങളുടെ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഒന്ന് കുറിച്ചു നോക്കി. അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് കാണാം. നമ്മൾ കേട്ടിട്ടുണ്ടാവും ഒരുപക്ഷെങ്കിൽ, ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് എ മാഗ്നറ്റ് ഫോർ ദ മിറാക്കിൾ എന്നാണ്. നന്ദി എന്നുള്ളത് അത്ഭുതങ്ങളെ ആകർഷിക്കാനുള്ള കാന്തമാണ് എന്നാണ് പറയുന്നത്. നമ്മളുടെ ഓറയെ ശക്തമാക്കി എന്തും ആകർഷിക്കാനുള്ള 5ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂൾ എന്ന് പറയുന്നത്, എപ്പോഴും പരാതിയും പരിഭവങ്ങളും കുറ്റവും പറയുന്ന, ഗോസിപ്പുകൾ പറയുന്ന ആളുകളിൽ നിന്ന് മനഃപൂർവ്വം അകന്നു നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഓറ എത്ര ശക്തമാണെങ്കിലും
ഇത്തരത്തിൽ നിരന്തരം ഗോസിപ്പുകൾ പറയുകയും പരാതികൾ പറയുകയും ഇല്ലായ്മകൾ പറയുകയും ചെയ്യുന്ന ആളുകളുമായി ഇടപെടുമ്പോൾ സ്വാഭാവികമായും നമ്മളുടെ ഓറ വളരെയധികം ദുർബലമാകും, നമ്മളുടെ മനസ്സിൽ നെഗറ്റിവിറ്റി നിറയും എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളെ വളരെ ബോധപൂർവം നമ്മളിൽ നിന്ന് അകറ്റി നിർത്തി നമ്മളുടെ ഓറയെ വീണ്ടും വീണ്ടും നമ്മൾക്ക് ശക്തിപ്പെടുത്താൻ വേണ്ടി സാധിക്കും. ഈ പറഞ്ഞ 5 മാർഗങ്ങൾ നിങ്ങൾ നിസ്സാരമായി തോന്നിയാലും നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് ദിവസങ്ങളെങ്കിലും നിങ്ങളൊന്ന് പ്രാവർത്തികമാക്കി നോക്കുക. അത്ഭുതകരമായ മാറ്റം നിങ്ങൾ സംഭവിക്കുന്നത് കാണാൻ വേണ്ടി സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. മറ്റ് ആളുകൾക്ക് ഉപകാരപ്പെടും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതും ഒരു നന്ദി പ്രകടനമാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഇനി മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണും വരെ എല്ലാ ആളുകൾക്കും ശുഭ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.